ഷെയ്ഖ് മൻസൂർ സാഹിദ് മുതൽ അലി റളിയല്ലാഹു അൻഹു വഴിയായി 11 മഹത്തുക്കളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന ഗുരുപരമ്പരയാണ് ഷെയ്ഖ് റിഫാഇയുടേത്. സഹോദരി പുത്രനായ ഷെയ്ഖ് അഹമ്മദിന്റെ മഹാത്മ്യം മനസ്സിലാക്കി മൻസൂർ സാഹിദ് ആധ്യാത്മിക കാര്യങ്ങളിൽ തന്റെ ഖിലാഫത്ത് ഷെയ്ഖ് റിഫാഇയെ ഏൽപ്പിച്ചു. മക്കളും ധാരാളം ശിഷ്യന്മാരും ഉണ്ടായിരിക്കെ ഷെയ്ഖിന്റെ യോഗ്യത മനസ്സിലാക്കിയാണത്. സെയ്ദ് അഹമ്മദിനെ അള്ളാഹു ഉന്നത പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ലോകത്ത് മുഴുവൻ ഷെയ്ഖ് കബീർ ആയിരിക്കും. ആത്മീയ നേതൃത്വം അവരിലേക്ക് എത്തിച്ചേരും. ജനങ്ങളുടെ അവലംബമായി തീരും. മൻസൂർ സാഹിദ് പ്രഖ്യാപിച്ചു. മൻസൂർ സാഹിദിന്റെ പുത്രന്മാർക്കും നൂറുകണക്കിന് പഴയകാല ശിഷ്യന്മാർക്കും ഓരോ കത്തിയും കോഴിയെയും കൊടുത്തു. ഒഴിഞ്ഞൊരു സ്ഥലത്ത് ആരും കാണാതെ ഈ കോഴിയെ അറുത്ത് എല്ലാവരും കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. പലരും വിജനസ്ഥലങ്ങൾ അന്വേഷിച്ച് നെട്ടോട്ടമായി. വൈകാതെ എല്ലാവരും കോഴിയെ അറുത്ത് തിരിച്ചെത്തി, റിഫാഇ ഷെയ്ഖ് ഒഴികെ. കോഴിയെ നിങ്ങൾ അറുക്കാതെ കൊണ്ടുവന്നത് എന്താണ്? ആരും കാണാത്തതും ഒഴിഞ്ഞതുമായ ഒരു സ്ഥലവും ഭൂമിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അവിടെ എല്ലാം റബ്ബിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ കൂടിയവർക്കും കുടുംബാദികൾക്കും ഷെയ്ഖ് അഹമ്മദിന്റെ ബുദ്ധിയും ആത്മീയ ശക്തിയും മനസ്സിലായി. അതോടെ മൻസൂർ സാഹിദിന് ശേഷം കുടുംബാദികളാണോ പഴയകാല ശിഷ്യന്മാരാണോ യുവാവായ ഈ കുട്ടിയാണോ ഖലീഫ ആകേണ്ടത് എന്ന ചർച്ച അവസാനിക്കുകയും ചെയ്തു. മറ്റൊരിക്കൽ ഷെയ്ഖ് മൻസൂർ സാഹിദ് എല്ലാവർക്കും ഒരു കത്തി നൽകി കുറച്ച് ചെടികൾ മുറിച്ചു കൊണ്ടുവരാൻ കൽപ്പിച്ചു. എല്ലാവരും തലയും തണ്ടും തളിരും എല്ലാം മുറിച്ചു കൊണ്ടുവന്നു, ഷെയ്ഖ് റിഫാഇ ഒഴികെ. എന്താണ് നിങ്ങൾ ചെടികൾ മുറിച്ചു കൊണ്ടുവരാതിരുന്നത് എന്ന ചോദ്യത്തിന് ഞാൻ മുറിക്കാൻ ചെന്ന ചെടികളെല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു, തസ്ബീഹിനെ ആദരിച്ചുകൊണ്ട് ഞാൻ മുറിച്ചില്ല എന്നായിരുന്നു മറുപടി. മറ്റൊരിക്കൽ മൻസൂർ മകനെയും റിഫാഇ ഷെയ്ഖിനെയും മത്സ്യം പിടിക്കാൻ അയച്ചു. മകൻ മത്സ്യവുമായി വന്നപ്പോൾ റിഫാഇ വെറും കൈയോടെ വന്നു. എന്തുകൊണ്ട് മത്സ്യം പിടിച്ചില്ല എന്ന ചോദ്യത്തിന് ഞാൻ മത്സ്യം പിടിക്കാൻ ചെല്ലുമ്പോൾ അവകൾ അള്ളാഹുവിന് ദിക്ർ ചൊല്ലുന്നു എന്നായിരുന്നു മറുപടി. ഇതെല്ലാം മതിയായിരുന്നു കുടുംബാദികൾക്കും ആദ്യകാല ശിഷ്യന്മാർക്കും ആരാണ് ഖലീഫ ആകേണ്ടത് എന്നുള്ള തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കുവാൻ. അള്ളാഹുവിന്റെ പരിഗണന ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫാഇക്കാണ് ഏറെ ലഭിച്ചത്. ഖിലാദത്തുൽ ജവാഹിർ പേജ് 25.